നമസ്കാരം. തമിഴ്നാട്ടിലെ പരിചിത രാഷ്ട്രീയ മുഖങ്ങളിലേക്ക് ഇന്നലെ തമിഴ്നാടൻ TVK നേതാവ് വിജയ് എത്തിയത് ആഘോഷവും യുവത്വത്തിന്റെ ആഘോഷവും ആവേശവുമായിട്ടായിരുന്നു. സിനിമയിൽ എല്ലാവരെയും ഒറ്റയ്ക്ക് എല്ലാ പാവപ്പെട്ടവരെയും ഒറ്റയ്ക്ക് രക്ഷിക്കുന്ന ദളപതി വിജയ് തങ്ങളെയും പരിഗണിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആ ജനക്കൂട്ടം അവിടേക്ക് ആർത്തെത്തിയത്. പക്ഷേ പിന്നീട് സംഭവിച്ചത് സമാനതകളില്ലാത്ത ദുരന്തമാണ്. ഈ രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. കരൂരിൽ മരിച്ച 39 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ 9 മണി. കരൂരിൽ മരണം 39ആയി. മരിച്ചവരിൽ 17 സ്ത്രീകളും 13 പുരുഷന്മാരും 9 കുട്ടികളും. പരിക്കേറ്റ ചികിത്സയിൽ 100-ലധികം പേർ. വിജയെ കാണാനെത്തിയത് വൻ ജനക്കൂട്ടം. അടുത്തേക്കെത്താനുള്ള തിക്കും തിരക്കും ദുരന്ത കാരണമായി. സ്റ്റാലിൻ കരൂരിലെത്തി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. പോലീസും അന്വേഷിക്കുന്നു TVK സെക്രട്ടറിക്കെതിരെ കേസ്. ഹൃദയം തകർന്നെന്ന് വിജയ് ചെന്നൈയിലെ വീട്ടിൽ സുരക്ഷ കൂട്ടി പോലീസ്. UN-ൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ലോകത്ത് നടന്നിട്ടുള്ള പ്രമുഖ ഭീകരാക്രമണങ്ങളെയെല്ലാം ഒരു രാജ്യത്തു നിന്ന് രൂപം കൊണ്ടവയാണെന്ന് ജയശങ്കർ പഹൽഗാം ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രി. ഏഷ്യാകപ്പിൽ ഇന്ന് ആവേശ ഫൈനൽ. ഇന്ത്യ പാക് ഫൈനൽ ഇന്ന് വൈകിട്ട്. ഏഷ്യാകപ്പിൽ നേർക്കുനേർ ആദ്യം. ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ പദ്ധതി തയ്യാറാക്കുന്നുവെന്ന് ട്രംപ്. ബന്ദിമോചനത്തിന് കരാർ. ഗാസയ്ക്കുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുന്നുവെന്നും ട്രംപ്. നാളെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ തർക്കം തുടരുന്നു. നിലവിലെ കമ്മിറ്റിയിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ച അബിൻ വർക്കിയെ അധ്യക്ഷനാക്കിയില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിന് നിർബന്ധിതരാകുമെന്ന് ഐ ഗ്രൂപ്പ് നേതാക്കൾ നേതൃത്വത്തെ അറിയിച്ചു. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിനെ അധ്യക്ഷനാക്കാനുള്ള അവസാനഘട്ട ചർച്ചകൾ തുടരുന്നതിനിടെയാണ് നിലപാട് കടുപ്പിച്ച ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയത്. രാജ്ഭവനിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഒഴിവാക്കും. രാജ്ഭവൻ പുറത്തിറങ്ങുന്ന ജേണൽ രാജഹംസയുടെ പ്രകാശനത്തിനായി പിണറായി വിജയൻ ഇന്ന് രാജ്ഭവനിലെത്തുന്നു. സത്യപ്രതിജ്ഞകൾ ഒഴികെയുള്ള ചടങ്ങുകളിൽ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കാനായിരുന്നു രാജ്ഭവന്റെ തീരുമാനം. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ അത് ഒഴിവാക്കും. രാജ്ഭവനിൽ നിന്ന് ഇത് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ശശി തരൂർ MPക്ക് ആദ്യ പ്രതി നൽകിയാകും മുഖ്യമന്ത്രി ജേണൽ പ്രകാശിപ്പിക്കുക. PK കുഞ്ഞാലിക്കുട്ടിക്കും PK ഫിറോസിനും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം. വെല്ലുവിളിയുമായി KT ജലീൽ MLA. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീലിന്റെ വെല്ലുവിളി. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ നിയമസഭയിൽ ഉന്നയിക്കാനാണ് ജലീലിന്റെ വെല്ലുവിളി. വിശദമായി നോക്കാം. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയ് കരൂരിൽ നടത്തിയ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 39ആയി. 38 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെന്നും പരിക്കേറ്റ 51 പേരുടെ നില ഗുരുതരമെന്നും ജില്ലാ കളക്ടർ. மொத்தம் 39ல் 38 உடல்கள் ஐடென்டிஃபை பண்ணியிருக்காங்க. ஒரே ஒரு உடல் மட்டும் ஐடென்டிஃபை பண்ண வேண்டியிருக்கு. 38ல் 14 போஸ்ட்மார்ட்டம் முடிச்சுட்டு அந்த உறவினர்கள்ட்ட கொடுத்துருக்கோம். மற்றது நம்ம மருத்துவர்களுக்குள்ள ரொம்ப வேகமாக பண்ணிட்டு இருக்காங்க. ஸோ அதையும் மிக விரைவாக முடிச்சுட்டு ஹேண்ட் ஓவர் பண்ணிடுவோம். 51 பேஷண்ட் இதில் இருக்காங்க. கிரிட்டிக்கல் இதில் ஒருத்தர் தவிர மற்றவங்க எல்லாமே சேஃப். அருகாமையில் இருக்கக்கூடிய திண்டுக்கல், திருச்சி, சேலம், நாமக்கல் போன்ற மருத்துவர்கள் அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க. ஸோ அவங்க ஒத்துழைப்பால் தான் மிக விரைவாக பண்ணிட்டு இருக்காங்க. ஸோ உங்களுக்கு தெரியும், இரவு பகலாக அவங்க கன்வென்ஸ் பண்ணிட்டு இருக்காங்க. அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க. எவ்வளவு விரைவாக உடல்களை உறவினர்கள்ட்ட கொடுக்க முடியுமோ அதுக்காக கொடுக்கறதுக்கும்
ஒரே ஒருத்தர் மட்டும் இன்னும் பண்ண வேண்டியிருக்கு. அதையும் ஐடென்டிஃபை பண்றோம். அது எல்லாம் விசாரிச்சு இப்ப சொல்றாங்க. will tell you after the enquiry is done. Okay, right? Give us some time. Okay. Sir, எவ்வளவு பேர் இருந்தாங்க? About 500 policemen here. 500 policemen here. Yeah. 500 policemen here. Yeah. Sir, எவ்வளவு பேருக்கு அப்ளிகேஷன் வந்திருக்கு? 10,000. They have asked for 10,000. 500 people were there. Official statementல டைம் அவங்க வந்து சோஷியல் மீடியால வேற டைம் கொடுத்திருக்காங்க. பட் அவங்க பர்மிஷன் கேட்டது 3 to 10. அவங்க வந்து சோஷியல் மீடியால 12 வேற டைம் பிறகு இப்ப நம்ம விசாரிக்கும் போது நிறைய பேர் 10 மணிக்கு வந்துட்டேன்னு சொல்றாங்க. காலைல 10 மணிக்கு வந்ததா சொல்றாங்க. 10 அதனால முழுசா ஃபுல்லா விசாரிச்ச பிறகு தான் தெரியும். மார்னிங் 10 மணிக்கு கிரௌட் வர ஆரம்பிச்சிருக்காங்க. சோ சோஷியல் மீடியால 12 o'clock போட்டதா சொல்றாங்க. கூட்ட நெரிசல் ஏற்பட்டதாகவும் அதிலே பல பேர் மயங்கி விழுந்து மருத்துவமனைக்கு சேர்க்கப்பட்ட போது அதில் இதுவரை 39 பேர் இறந்துள்ளதாகவும் சுமார் இந்த அரசு மருத்துவமனையிலே 51 பேர் சிகிச்சை பெற்று வருவதாகவும் அதில் 2 பேர் அபாய கட்டத்தில் இருப்பதாகவும் ஈவிகே கூட்டம் அறிவிக்கப்பட்டு கூட்டம் நடைபெறுகின்ற பொழுதே முன்னெச்சரிக்கை நடவடிக்கை எடுக்கப்பட்டிருக்கிறது. இதற்கு முன்பு இதே கட்சி டிவிகே கட்சி 4 மாவட்டத்தில் அவருடைய தேர்தல் பிரச்சார கூட்டத்தை நடத்தியிருக்கிறார்கள். அந்த 4 கூட்டத்திலும் எப்படி மக்கள் கலந்து கொள்கிறார்கள், எப்படிப்பட்ட நிலைமை என்பதையெல்லாம் ஆய்வு செய்து அதற்கு ஏற்றவாறு முழுமையான பாதுகாப்பு கொடுத்திருக்க வேண்டும் அரசாங்கம், കാവൽതുறை. മുഖ്യമന്ത്രി സ്റ്റാലിൻ കരൂരിലെത്തി അപകടത്തിൽപ്പെട്ടവരെ സന്ദർശിച്ചു. വിവരിക്കാനാവാത്ത ദുരന്തമെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. கோகுலஸ்ரீ ஆகாஷ் 2 பேரும் கல்யாணம். 2 24 வயசு தான் ஆகுது. 5 மாசம் கல்யாணம். அவங்க கரூர் மாப்பிள்ள, நான் உப்படமங்கலம் தம்பி. எங்கிட்ட 2 மணிக்கெல்லாம் பேசிட்டு தான்ப்பா போனாங்க. நாங்க ஓரமா கரூருங்கிறனால போனாங்க. மழை நானும் விட்டுருக்க மாட்டேன். தெரிஞ்சவங்க வீட்டுல மாடியில நிக்கிறேன்னு சொன்னாங்க. இறங்கி வர்றப்பதாப்பா என் பிள்ளைய கொண்டுட்டானுங்க. 2த்தையுமே கொண்டுட்டாங்க. மிதிச்சே கொண்டுட்டாங்க. போஸ்ட் ஒன்று ஒடிஞ்சு விழுந்துருச்சு. மரம் ஒரு 2 மரம் ஒடிஞ்சு விழுந்துருச்சு. எல்லாம் ஏறி மேலே ஏறி அதில் நிறைய பேர் சிக்கிட்டாங்க. இந்த போஸ்ட் விழுந்ததில் நிறைய பேர் உள்ளமா அந்த போஸ்ட் இபி லைட் இருந்ததெல்லாம் கலந்து விழுந்து பார்த்துக்கிட்டு எல்லாம் கீழே விழுந்து அதுலேயே நிறைய பேர் மாட்டிக்கிறாங்க உள்ள. அப்புறம் நான் இங்கிட்டு தள்ளுறதுல கீழே விழுந்தது எந்திரிக்க முடியல. അതേസമയം അപകടത്തിന് പിന്നാലെ ചെന്നൈയിലേക്ക് തിരികെ പോയ വിജയ്ക്കെതിരെ വലിയ വിമർശനങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉയരുന്നത്. അഭിലാഷ് രാധാകൃഷ്ണൻ, MG മിഥുൻ, ഒപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. ആദ്യം MG മിഥുനിലേക്ക്. മിഥുൻ, രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. 39 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. മരണസംഖ്യ ഉയരുമെന്നുള്ള വേദനിക്കുന്ന വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇതിൽ 32 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അത്രമേൽ തമിഴകം മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ ഒന്നാകെ വേദനിക്കുകയാണ്. നിലച്ചിരിക്കാത്ത നേരത്ത് അത്രമേൽ വലിയ അപകടം. അതിൽ നമ്മളേറെ വേദനിപ്പിക്കുന്നത് 1.5 വയസ്സുകാരിയുണ്ട്, ഗർഭിണിയായ സ്ത്രീകളുണ്ട്, ഒരു കുടുംബത്തിലെ അമ്മയും 2 മക്കളുമുണ്ട്. അങ്ങനെ അത്രമേൽ വിവരിക്കാനാകാത്ത നൊമ്പരത്തിനാണ്. ഇന്ന് രാവിലെയാണ് സത്യത്തിൽ എത്രമാത്രം വലിയ ദുരന്തമാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത് എന്നതിൻ്റെ പൂർണ്ണ ചിത്രം നമുക്കടക്കം മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് മിഥുൻ? ഭവ്യ, സംസ്ഥാനത്തെ നടക്കിയ വലിയൊരു ദുരന്തം തന്നെയാണ് ഇന്നലെ രാത്രി 8 മണിയോടുകൂടി സംഭവിക്കുകയും ചെയ്തത്. അത്തരത്തിൽ TVK നേതാവ് സൂപ്പർ സ്റ്റാർ വിജയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ അതിൽ പങ്കെടുക്കാനും വിജയെ ഒരു നോക്ക് കാണാനും എത്തിയ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ ഒരു തിക്കിലും തിരക്കിലും പെട്ട് ഈ ദുരന്തത്തിന് ഇരയാവുകയും ഒപ്പം തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതിൽ നിരവധി പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതേസമയം പരിക്കേറ്റവരുടെ നില അത്
പലരും അതിൽ നിന്ന് ഗുരുതര സാഹചര്യത്തിൽ നിന്ന് മാറി അവർ ഒരു തിരികെ ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ള വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഈ ദുരന്ത ബാധിത മേഖല സന്ദർശിക്കുകയും ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്ത് തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കാണുകയും അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ സാധ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എം കെ സ്റ്റാലിനുമായി ഫോണിൽ സംസാരിക്കുകയും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തു. എല്ലാ സഹായങ്ങളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാടിന് നടക്കിയ ഒരു വലിയ ദുരന്തം തന്നെയാണ് കരൂരിൽ ഉണ്ടാവുകയും ചെയ്ത് നിരവധി പേർ, അതായത് പ്രതീക്ഷിച്ചതിനും അപ്പുറം ആളുകൾ ഈ ഒരു റാലിയുടെ ഭാഗമായി എത്തി എന്നുള്ളത് തന്നെയാണ് ഇത്രയും വലിയൊരു വ്യാപ്തി ഈ ദുരന്തത്തിലുണ്ടായത് എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പോലീസ് തന്നെ ചില രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. 10,000-ത്തിലധികം ആളുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ പോലീസ് നൽകുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി 500 പോലീസുകാരെ മാത്രമായിരുന്നു സുരക്ഷയുടെ ഭാഗമായി ഇവിടെ നിയോഗിക്കുകയും ചെയ്തതെന്നാണ് അല്പസമയത്തിന് മുമ്പ് DGP വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ വന്നവർ എത്ര പേരാണ് എന്നുള്ള ഒരു കണക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 50,000-ത്തിന് മുകളിൽ 1,00,000-തോട് അടുത്ത ആളുകൾ ഈ ഒരു റാലിയുടെ ഭാഗമായി എത്തിയെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുകയും ചെയ്തത്. പോലീസ് മേധാവി വ്യക്തമാക്കിയതുപോലെ തന്നെ ഒരുപക്ഷേ 10,000 എന്ന് പറയുമ്പോൾ പോലും തന്നെ ഒരു 20,000 പേരെയൊക്കെ ആയിരുന്നു തങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിൽ കൂടുതലും ആളുകൾ വരികയും ഒപ്പം തന്നെ ആ ഒരു വേളയിൽ ഇടിച്ച് പലരുമായി അങ്ങോട്ട് ഉന്തും തള്ളും ഉണ്ടാകുകയും അത്രത്തോളം തിരക്കായിരുന്നു അവരെ അനുഭവപ്പെട്ടിരുന്നത്. കാരണം വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്ന സമയം 12 മണിയായിരുന്നു, ഉച്ചയ്ക്ക് 12 മണിയായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ആളുകൾ രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ 11 മണി മുതൽ കാത്തിരുന്ന ആരാധകർക്ക് മുന്നിലേക്ക് വിജയ് എത്തുന്നത് രാത്രി ഒരു 7 മണിക്ക് ശേഷമാണ് എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് അത്രത്തോളം നേരം ഈ വെയിലത്തുമൊക്കെ കാത്തുനിന്നവരാണ്. കുഴഞ്ഞു വീണ് നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്. 51ഓളം പേർക്ക് ഇങ്ങനെ ഈ ശ്വാസതടസ്സമൊക്കെ നേരിട്ടതിനെ തുടർന്നാണ് അവരെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത്. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ പലരും മരണത്തിന് കീഴടങ്ങിയതായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് ഇന്നലെ രാത്രിയോടൊക്കെ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും നിലവിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചിരുന്നു. അല്പസമയത്തിന് മുമ്പ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതൊക്കെ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ കൂട്ടിയിട്ടിരിക്കുന്ന ചെരുപ്പുകളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു, അത്രത്തോളം വലിയ തിരക്കായിരുന്നു അവിടെ അനുഭവപ്പെടുകയും ചെയ്ത ആ ഒരു സ്റ്റാമ്പേഡിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം. കഴിഞ്ഞ 2 വർഷക്കാലമായതേ ഉള്ളൂ TVK എന്ന രാഷ്ട്രീയ പാർട്ടി നടൻ വിജയ് പ്രഖ്യാപിച്ചിട്ട്. അതിനുശേഷം നടന്നിട്ടുള്ള വലിയൊരു റാലിയായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിനു മുൻപ് TVK നടത്തിയ റാലികളിലെല്ലാം ഉണ്ടായിരുന്ന ജനസാഗരത്തെ നമ്മൾ കണ്ടതാണ്. അത് രാഷ്ട്രീയ ഭേദമന്യേ വിജയ് എന്ന നടനെ കാണാൻ അവിടേക്ക് ഒഴുകിയെത്തിയ ആളുകളെ നമ്മൾ കണ്ടതാണ്. ഞാൻ മിഥുനിലേക്ക് വരാം. ഇപ്പോൾ നിരവധി പ്രതികരണങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഈ അപകടം എങ്ങനെയുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ഇപ്പോൾ ഇതാ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്നു. ഇപ്പോൾ BJP നേതാവ് സംസാരിക്കുന്നു. അതിലേക്ക് ഒരു മോശமான ഒരു துயரமான ஒரு சம்பவம். இறந்தவர்களை ஆழ்ந்த இரங்கலை தெரிவிப்பதோடு அவருடைய குடும்பத்தார் அனைவருக்கும் ஆழ்ந்த இரங்கலையும் வருத்தத்தையும் தெரிவித்துக் கொண்டு அவர்கள் ஆன்மா சாந்தி அடைய இறைவனை பிரார்த்திக்கிறோம். அவங்க முடிஞ்சிட்டு இந்த சம்பவத்தை பொறுத்தமட்டிலும் இன்றைக்கு சுப்ரீம் கோர்ட்டுடைய சிட்டிங் பெஞ்ச் உடனடியாக இதை விசாரணைக்கு எடுத்துக்கொள்ள வேண்டும், நேரடி விசாரணைக்கு எடுத்துக்கொண்டு இதுக்கு விசாரணை செய்ய வேண்டும் என்று தமிழக பாரதிய ஜனதா கட்சியினுடைய சார்பாக நான் கேட்டுக்கொள்கிறேன். சார், உயர்நீதிமன்றம் பல்வேறு அறிவுரைகளை சொல்லிட்டு விதிமுறைகளை விதித்திருக்கு. அதே போல போலீஸ் தரப்புலையும் சொல்லியும் 8:45 கூட்டம் நடைபெறுகிற இடத்துல 2-2:30 மணிக்கு தான் வந்தாங்க. அதே மாதிரி இங்க 3 மணிக்கு கொடுத்த இடத்துல நைட்டு 7 மணிக்கு தான் வந்தாங்க. இதை எப்படி பார்த்து? அதாவது
இந்த சம்பவத்தை பொறுத்த மட்டும் உடனடியாக யாரையும் குறை சொல்வது என்பது தீர விசாரிக்க வேண்டும். அதனால் உச்சநீதிமன்றம் உடனடியாக இன்னைக்குள்ள சிட்டிங் பெஞ்ச் இது உடனடியாக விசாரிக்க வேண்டும். தமிழக பாரதிய ஜனதா கட்சியின் சார்பாக நான் தெரிவித்துக் கொள்கிறேன். உயர்நீதிமன்றம் உடனடியாக இதை இன்றைக்கு இருக்கிற உயர்நீதிமன்றம் இதை விசாரணைக்கு எடுத்துக்கொள்ள வேண்டும். விசாரணை வேண்டும். இன்றைக்குள்ள சிட்டிங் பெஞ்ச் உடனடியாக விசாரிச்சு உடன் நடவடிக்கை எடுக்கும். தமிழக அரசு ஒரு நபர் கமிஷன் போட்டிருக்காங்க அருணா ஜெகதீஷ், இதை எப்படி பாக்குறீங்க? உடனடி நிவாரணம் வழங்கியிருக்காங்க. எங்களை பொறுத்த மட்டும் நான் இப்ப சொல்றதுதான், நீதிபதி இன்னைக்குள்ள சிட்டிங் பெஞ்ச் உடனடியாக இது விசாரணைக்கு எடுத்துக்கொள்ள வேண்டும். நாங்க இடத்தெல்லாம் பார்த்துட்டு வந்து கரெக்டா பார்த்து சொல்றோம், விசாரிச்சு. തമിഴ്നാട് ബി ജെ പി നേതാവിന്റെ പ്രതികരണമാണ് കണ്ടത്. ഇത്തരത്തിൽ നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഏറെ വേദനിപ്പിക്കുന്നത് 39 മരണം അവിടെ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. എം ജെ മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, നമ്മൾ പറഞ്ഞു വന്നത് അതിരാവിലെ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സംസാരിച്ചു, അതിനുശേഷം ഡി ജി പി സംസാരിച്ചു. ഇവരൊക്കെ പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് ഒരു വീഴ്ച വന്നിട്ടില്ല എന്ന്. അങ്ങനെ അങ്ങ് പറഞ്ഞ് കൈ കഴുകാൻ പോലീസിന് സാധിക്കുമെന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഇതുവരെ നമ്മൾ കണ്ടതാണ് ടി.വി.കെ നേതാവ് വിജയുടെ റാലി ഉണ്ടായിരുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദമന്യേ അടക്കം അതിൽ ഏറ്റവും കൂടുതൽ എത്തിയത് യുവാക്കളാണ്. കോളേജ് വിദ്യാർത്ഥികളടക്കം അങ്ങോട്ടേക്ക് എവിടെയൊക്കെ റാലി ഉണ്ടായിട്ടുണ്ട് അവിടേക്ക് എത്തുന്നത് നമ്മൾ കണ്ടതാണ്. വിജയുടെ ആൾക്കൂട്ടത്തെ കണ്ട് തമിഴ്നാട് രാഷ്ട്രീയം പോലും കണ്ണു തള്ളി നിന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 10,000 പേര് എന്ന് പറഞ്ഞ് ഒരു കത്ത് വിജയുടെ ആളുകൾ ടി.ബി.കെ നൽകിയാൽ അതിൽ വിശ്വസിച്ച് 500 പോലീസുകാരെ മാത്രം അയക്കേണ്ടതായിരുന്നു തമിഴ്നാട് പോലീസ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയില്ല എന്ന് ഡി ജി പിയും ഒക്കെ പറഞ്ഞാൽ അങ്ങ് അവസാനിപ്പിക്കാൻ സാധിക്കുമോ? അത് ആര്യ, ഭവ്യ, സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, ഇങ്ങനെ ഒരാളുകളെ നിജപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ പോലീസിനെ സംബന്ധിച്ച് സാധിക്കില്ല. കാരണം കൃത്യമായൊരു സംഖ്യ പറഞ്ഞുകൊണ്ട് ഇത്രയും ആളുകളെ മാത്രമേ ഇതിൽ പങ്കെടുപ്പിക്കാവൂ എന്ന് ഒരു തരത്തിലും പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം ഒരു സിനിമാ താരം കൂടിയാണ് വിജയ് എന്നുള്ളത്. ഏറെ ആരാധകരുള്ള, ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവ് ഇങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ 10,000 പേർ മാത്രം വരാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു കർക്കശമായിട്ടുള്ള നിർദ്ദേശം പോലീസ് നൽകിയിട്ടുണ്ട് എങ്കിൽ അതൊരു തരത്തിലും അംഗീകരിക്കാനാകാത്തത് തന്നെയാണ്. കാരണം അവിടെ പ്രതീക്ഷിക്കേണ്ടത് 10,000-ങ്ങളെയാണ്. അത്രത്തോളം ആളുകൾ വരുമെന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ 500 പോലീസുകാരെ മാത്രമായിരുന്നു അവിടെ വിനിയോഗിച്ചിരുന്നത് എന്നാണ് അല്പസമയത്തിന് മുമ്പ് ഡി ജി പി മാധ്യമങ്ങൾ കണ്ടപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. അവർ പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ 20,000-ത്തോളം ആളുകൾ മാത്രമായിരുന്നു അവിടെ വരുമെന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അതിൽ തന്നെ ചില വ്യക്തതകൾ ഇനി വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിനു പുറമെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത് എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത് തന്നെയാണ്. എത്രത്തോളം ആളുകൾ ഈ ഒരു റാലിയുടെ ഭാഗമായി എത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിജയുടെ ആരാധകർ ആണ് ഏറ്റവും കൂടുതൽ ഇതിലുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളല്ല ഈ ഒരു ഇത്രയധികം ഈ ഒരു സ്ഥലത്തേക്ക് തടിച്ചുകൂടി എത്തിയത് എന്നുള്ളതാണ്. കാരണം വിജയ് എന്ന സൂപ്പർ താരത്തെ കാണുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം തന്നെ അവിടേക്ക് വന്നടിയുകയും ചെയ്തത്. അവിടെയാണ് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി, കഴിഞ്ഞ ഒരു വർഷക്കാലമായി DMK സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ശത്രു എന്ന രീതിയിൽ ആ രീതിയിലാണ് DMK കണ്ടുകൊണ്ട് ടി.വി.കെ പാർട്ടി മുന്നോട്ട് പോകുന്നത്, വിജയ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഈ 2ാം വാർഷിക സമ്മേളനത്തിൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. ആ വാർഷിക സമ്മേളനത്തിൽ പോലും തന്നെ ഏകദേശം 2 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ടി.വി.കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ ആകാശ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം ആളുകൾ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിജയ് എന്നൊരു സൂപ്പർ താരത്തെ കാണാൻ ഇത്രയും ആളുകൾ തടിച്ചുകൂടുമെന്നുള്ളത് സ്വാഭാവികമായും അത് ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതിലൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു രീതിയിലുള്ള
രീതിയിലുള്ള ഒരു സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നാനാ കോണിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വിമർശനം. മറ്റൊന്ന്, നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. വിജയ്ക്കെതിരെ കേസെടുത്ത നടപടികൾ സ്വീകരിക്കണം, വിജയ് അറസ്റ്റ് ചെയ്യണം എന്നടക്കമുള്ള ഒരു ആവശ്യം കോൺഗ്രസും ഒപ്പം തന്നെ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മറുവശത്ത്. മറ്റൊരു വിമർശനം വിജയ്ക്കെതിരെ ഉയർന്നു വരുന്നത്, കഴിഞ്ഞ ദിവസം ഈ ദുരന്തമുണ്ടായപ്പോൾ പൊടുന്നനെ അവിടേക്ക് എത്തിച്ചേരാതെ എന്തുകൊണ്ട് ഒരു പ്രത്യേക വിമാനത്തിൽ കയറി ചെന്നൈയിലേക്ക് താരം പുറപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു വിമർശനത്തിന് ഇടയാക്കിയ സാഹചര്യം. കാരണം ഇത്രയും ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു സാഹചര്യത്തിൽ താരം രക്ഷപ്പെട്ടു പോയി എന്നടക്കമുള്ള അല്ലെങ്കിൽ ഒളിച്ചോടി പോയിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള ചില വിമർശനങ്ങളാണ് ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നത്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നതും അതേ സാഹചര്യമുണ്ട്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത്തരത്തിലൊരു ക്യാമ്പയിനുകൾ തന്നെ തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ വിജയ്ക്കെതിരെ ഒരു കടുത്ത നടപടികളിലേക്ക് തമിഴ്നാടിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട് ഭരിക്കും, തമിഴ്നാട്ടിലെ രക്ഷകനായി താനെത്തുന്നു എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങിയ വിജയ് ഇത്ര വലിയ അദ്ദേഹം തന്നെ കാരണക്കാരനായ ഒരു വലിയ ദുരന്തത്തിന് ശേഷം എന്തുകൊണ്ട് ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അതിനു മുൻപ് മാത്രം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എന്തുകൊണ്ട് പോയി എന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കിയാകുന്നു. സ്വന്തം സുരക്ഷ പ്രധാനമാക്കി കാരമാനിൽ തിരിച്ച് ചെന്നൈയിലേക്ക് പോയത് എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് മുൻപിൽ നിൽക്കാതെ ഒളിച്ചോടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്നുണ്ട്. അതിനുശേഷം 3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഹൃദയം നുറുങ്ങുന്നു എന്നുള്ളൊരു വാചകം എക്സിൽ കുറിച്ചത്. മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിക്കാൻ വിജയ് തയ്യാറായിട്ടില്ല. ചെന്നൈയിലെ വീട്ടിലാണ് വിജയ് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വീടിന് വലിയ സുരക്ഷ പോലും കൂട്ടിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ അഭിലാഷ് നമുക്കൊപ്പം, രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരും വിവരങ്ങളുമായി. അഭിലാഷ്, പ്രധാനമായും അറിയേണ്ടത് എങ്ങനെയാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത്, ആരാണിതിന് കാരണക്കാർ, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളതാണ്. അഭിലാഷ് വിശദീകരിക്കും. ഭവ്യ, ഇന്നലെ ഉണ്ടായതൊരു വലിയൊരു ദുരന്തമാണ്. എല്ലാവരും ഞെട്ടുന്ന, ഒരു തരത്തിലും തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തമാണ് ഇന്നലെ കരൂരിൽ ഉണ്ടായത്. അതായത് രാവിലെ ഇന്ന് രാവിലെ ഈ DGP കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴാണ് ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുന്നത്. അതായത് വിജയുടെ ഒരു റാലി എന്ന് പറയുമ്പോൾ അതിന് പരമാവധി സർക്കാർ കണക്കാക്കിയിരുന്നത് അല്ലെങ്കിൽ പോലീസ് കണക്കാക്കിയിരുന്നത് 20,000-ഓളം പേരെയാണ്, ഏറ്റവും പരമാവധി. അപ്പോൾ ഈ 20,000 പേരെ കണക്കാക്കി 500 പേരെയാണ്, 500 പോലീസുകാരെയാണ് അവിടെ സർക്കാർ നിയോഗിച്ചത്. അല്ലെങ്കിൽ 500 പോലീസുകാരെയാണ് തിരക്ക് നിയന്ത്രിക്കാൻ അവിടെ ഏർപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു പാളിച്ച ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ വീഡിയോ കോളിൽ കാണുന്നത് പോലെ വിജയുടെ റാലിയെ കാണാനായിട്ട് 10,000-കണക്കിന് ആളുകളാണ് ഈ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ നോക്കിയാൽ അറിയാം, വീടുകളുടെ തകര ഷീറ്റുകൾക്ക് മുകളിലും കടകളിലും മരത്തിൻ്റെ മുകളിലുമൊക്കെ നിരവധി ആളുകൾ കയറി, അതും മണിക്കൂറുകൾക്ക് മുമ്പ്. അതായത് വൈകിട്ട് 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് വിജയ് തൻ്റെ റാലിക്ക് വേണ്ടിയിട്ട് TVK സർക്കാരിനോട് അല്ലെങ്കിൽ പോലീസിനോട് അനുമതി ചോദിച്ചത്. അപ്പോൾ 3 മണി തൊട്ട് 10 മണി വരെ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ പോലീസ് വിന്യസിക്കപ്പെട്ടത്. എന്നാൽ TVKയുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലടക്കം ഉച്ചയ്ക്ക് 12 മണി മുതൽ വിജയ് അവിടെ ഉണ്ടാകുമെന്നുള്ള തരത്തിൽ പോസ്റ്ററുകൾ ഷെയർ ചെയ്യപ്പെട്ടു. അതിന് പിന്നാലെ രാവിലെ 10 മണിയോടെ തന്നെ ആളുകൾ വിജയെ കാണാനായിട്ട്, അതായത് ഏറ്റവും മുന്നിൽ നിന്നാൽ എത്രയും നേരത്തെ എത്താമോ അത്രയും നേരത്തെ മുന്നിലെത്തിയാൽ വിജയെ തൊട്ടടുത്ത് കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നിരവധി ആളുകൾ, അതിൽ കുട്ടികളുണ്ട്, അതിൽ വൃദ്ധരുണ്ട്, ഗർഭിണികളുണ്ട്, അതിൽ അമ്മമാരും കുഞ്ഞു ആൾക്കാരുമുണ്ട്, അങ്ങനെ യുവാക്കളുണ്ട്, നിരവധി ആളുകൾ, അങ്ങനെ 10,000-കണക്കിന് ആളുകൾ വിജയെ കാണാനായിട്ട് കരൂരിൽ തടിച്ചുകൂടി. അപ്പോൾ അതും രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈ ആളുകൾ എത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിജയ് ബസ്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ഉയരത്തിൽ കാണാനായിട്ടാണ് ആളുകൾ തകര ഷീറ്റിൻ്റെ അടക്കം ഓലമേഞ്ഞ വീടുകളുടെ അടക്കം മുകളിലേക്ക് വലിഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ ഈ വിജയ് എത്തുന്നതിന് തൊട്ട് മുമ്പ് അവിടെ മരച്ചില്ല ഒടിഞ്ഞ് കുറേ പേർ താഴെ വീണുന്ന സംഭവം ഉണ്ടായി. അതുപോലെ തകര ഷീറ്റുകൾ പൊളിഞ്ഞു വീഴുന്ന ഒരു സംഭവം ഉണ്ടായി. കാരണം അത്രയധികം നിയന്ത്രണാതീതമായ ആളുകളാണ് അവിടേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടും 500 പോലീസുകാരെ മാത്രമേ അവിടെ വിന്യസിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാളിച്ച എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം,
സെപ്റ്റംബർ 13-ന് തിരുച്ചിറപ്പള്ളിയിൽ വിജയ് നടത്തിയ മാനാടിൽ അവിടെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു, ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മദ്രാസ് ഹൈക്കോടതി തന്നെ അന്ന് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. വിജയിയുടെ റാലിക്ക് പ്രത്യേക മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം, അതിനനുസരിച്ച് ആളുകളെ നിയന്ത്രിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നിട്ട് അന്ന് സർക്കാർ 30ഓളം നിർദ്ദേശങ്ങൾ നൽകി. അതിൽ 10,000-ലധികം ആളുകൾ അവിടെ ഉണ്ടാവരുത് എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് തൻ്റെ റാലിയിൽ ആളുകളെ കുറയ്ക്കാനും തന്നിലേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നു, തൻ്റെ പാർട്ടിയിലേക്ക് ആളുകൾ അടുക്കുന്നു എന്നുള്ളതിനെ ഭയന്ന് സർക്കാർ തനിക്കെതിരെ ഒരുപാട് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും തൻ്റെ റാലിക്ക് കൊണ്ടുവരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ആ നിർദ്ദേശങ്ങളെ വിജയ് കീറിക്കളയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു വൻ ദുരന്തം, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തത്തെ രാജ്യം കാണേണ്ടി വന്നത്. 39ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 51 പേർ നിലവിൽ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതിലധികം ആളുകൾ ഇപ്പോൾ പരിക്കേറ്റു ചികിത്സയിലുണ്ട്. നിലവിൽ ഈ 39 പേർ മരിച്ചതിൽ 10ഓളം കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. അതിൽ ഒരു കുടുംബത്തിലെ അമ്മയും മകളും മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. വളരെ തീരെ നനച്ചിരിക്കാതെ ഉണ്ടായ ഒരു സംഭവം. പക്ഷേ ഇതിൽ ആർക്കാണ് ഇത്തരം ഒരു വലിയൊരു അപകടമുണ്ടായതിൽ, ഒരു ദുരന്തമുണ്ടായതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രഥമമായിട്ടുള്ള ഉത്തരവാദിത്തം TVK എന്ന പാർട്ടിക്ക് തന്നെയാണ്. രണ്ടാമതാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയായ DMK-ക്കുള്ളത്. അതിൽ നമുക്ക് ആദ്യം TVK-യുടെ കാര്യം നോക്കാം. രാവിലെ 11 മണി മുതൽ 10 മണി മുതൽ അവിടെ വിജയെ കാണാനായിട്ട് നിരവധി ആളുകൾ തടിച്ചുകൂടി. എന്നാൽ വിജയ് എത്തിയത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, രാവിലെ 11 മണി മുതൽ കാത്തു നിന്ന ആളുകൾക്ക് മുന്നിലേക്ക് വിജയ് എത്തിയത് രാത്രി 7:40-നാണ്. അതായത് 8 മണിക്കൂറോളമാണ് ആളുകൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ അവിടെ നിന്നത്. അതിനുശേഷം ഈ ആളുകൾ, ഇത്രയും ആളുകൾ തടിച്ചു കൂടുമെന്ന് ഇന്നലെ ആദ്യമായിട്ടല്ലായിരുന്നു വിജയുടെ അല്ലെങ്കിൽ TVK-യുടെ ഒരു റാലി തമിഴ്നാട് നടക്കുന്നത്. ഇതിനു മുമ്പ് 4 വലിയ റാലികളും അതിനു മുമ്പ് തന്നെ പാർട്ടി അനൗൺസ്മെന്റിനൊക്കെ സ്റ്റേഡിയത്തിലടക്കം വലിയ രീതിയിലുള്ള മാനാട് അവിടെ നടന്നിരുന്നു. അതിനെല്ലാം അഭൂതപൂർവമായ തിരക്കാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ആ ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ സുരക്ഷ ഒരുക്കേണ്ട, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ ട്വിറ്റർ വഴിയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ വഴിയോ പാർട്ടി അണികൾ വഴിയോ അവിടെ പാർട്ടിയിൽ ഈ മാനാട് കാണാനെത്തുന്ന, റാലി കാണാനെത്തുന്ന ആൾക്കാർക്ക് നിർദ്ദേശം കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ 12 മണിക്ക് വിജയ് എത്തുമെന്ന് പറയുന്നത് വിജയ് ലേറ്റ് ആകും എന്ന് ഒരു വിവരം അല്ലെങ്കിൽ ഒരു സൂചന ആളുകൾക്ക് അവിടെ ഉള്ളവർക്ക് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലും വൈകുന്നേരം തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വിശക്കുമ്പോഴെങ്കിലും വീട്ടിൽ പോയേനെ. പക്ഷേ ഇത് സംഭവിച്ചത് ഏത് നിമിഷം വേണോ വിജയ് വരാം, അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ടും തിരിച്ചു മടങ്ങാമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തു നിന്നവരാണ് ഒടുവിൽ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. പലരും ആശുപത്രിയിലായത്, പലർക്കും തങ്ങളുടെ ഉറ്റവരെ നഷ്ടപ്പെട്ടു പോയത്. ഈ ഒരു സാഹചര്യം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഒരു 8-9 മണിക്കൂർ ഈ ചൂടത്ത് ഭക്ഷണമില്ലാതെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് വിജയ് വന്നതിന് ശേഷം അവിടെ ഒരു പ്രശ്നം നടക്കുന്നു. അവിടെ ആളുകൾക്ക് വിജയ് വെള്ളമെറിഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കാരണം അത്രയും നേരം വെള്ളം പോലും കുടിക്കാതെ അവിടെ ആളുകൾ നിന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ മരങ്ങളിലെല്ലാം നിരവധി ആളുകൾ കയറി നിൽക്കുകയും ആ മരങ്ങളടക്കം ഒടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഈ ആളുകൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയ സമയത്ത് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാഹചര്യം പോലും ഇല്ലായിരുന്നു. കാരണം അതിനനുസരിച്ചുള്ള ആംബുലൻസുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആംബുലൻസ് വന്നപ്പോൾ തന്നെ അതിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ, അതിന് വഴിയൊരുക്കാനൊക്കെ ഏറെ പണിപ്പെടേണ്ടി വന്നു. കാരണം 500ഓളം പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം, 10,000 മുതൽ 20,000 പേര് വരെ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 1.5 ലക്ഷം ആളുകൾ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാഥമിക കണക്ക്. അതിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല, അത് മണിക്കൂറുകൾക്കകം പുറത്തു വരും. പക്ഷേ എന്നിരുന്നാലും 1.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതൊരു സ്റ്റേഡിയമോ ഒരു മൈതാനമോ അല്ല, ഇതൊരു റോഡാണ്. അപ്പോൾ ഈ ഒരു 4 വരി പാതയാണ്. ഈ 4 വരി പാതയിലൂടെ വാഹനം കടന്നു വരുമ്പോൾ ഈ വാഹനത്തിന് പിന്നാലെ ഈ റാലി കഴിഞ്ഞ് മടങ്ങുന്ന ആൾക്കാരും നടക്കുന്നു എന്നുള്ളതാണ്. വിജയുടെ വാഹനത്തിന് പിന്നാലെ നടക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരും അവിടുന്ന് വരുന്ന ആൾക്കാരും എല്ലാവരും കൂടി ചേർന്നിട്ട് വലിയൊരു
കൂട്ടമായി മാറുകയും ഈ നടക്കുന്ന ആളുകൾ ഒരാൾ നടക്കുന്നതിനിടയിൽ ഒന്നോ രണ്ടോ പേർ മറിഞ്ഞു വീഴുമ്പോൾ തന്നെ പുറകിൽ നിന്ന് വരുന്നവർ അവരെ പുറത്തേക്ക് വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഈ റോഡ് ആയതുകൊണ്ട് തന്നെ റോഡിൻ്റെ ഡിവൈഡറുണ്ട്. ഡിവൈഡറിൻ്റെ സൈഡിലായിട്ട് വാഹനങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്, കടകളുണ്ട്, പോസ്റ്റുകളുണ്ട്, ചെറിയ ചെറിയ കുഴികളുണ്ട്. ഇതിലൊക്കെ ആളുകൾ മറിഞ്ഞു വീഴുകയും തട്ടി വീഴുകയും അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കാവസ് ആ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്. മാത്രമല്ല നമുക്കറിയാം വിജയുടെ ഒരു റാലി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയ നേതാവിനപ്പുറം അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു റാലി നടത്തുമ്പോൾ അതും വലിയ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വരുമ്പോൾ വളരെ ഹീറോയിക് ആയിട്ടുള്ള തഗ്ഗൊക്കെ അടിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ നിരവധി ആളുകൾ തടിച്ചുകൂടുമെന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ ഒരു നിഷ്ക്രിയമായിട്ടുള്ള രീതിയിലുള്ള 500 പേരെയൊക്കെ പോലീസിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്തിയത്. ഇനി DMKയോടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് DMK ഈ TVK ഇതുപോലെ ഒരു റാലി നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ കൊടുത്ത സ്ഥലമെന്ന് പറയുന്നത് കരൂരിലെ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ആക്ച്വലി ഈ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. അതായത് ഒരു 4 വരി പാത റോഡിന് നടുക്ക് വലിയ ഡിവൈഡറുണ്ട്. കേരളത്തെ പോലെയല്ല, നടുക്ക് വലിയ ഡിവൈഡറുകൾ തമിഴ്നാടുണ്ട്. അപ്പോൾ ഒരു വാഹനം പോകുന്ന സൈഡിലും അപ്പുറത്തും ആൾക്കാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമുണ്ട് വലിയ രീതിയിൽ ആളുകൾ എത്തിയാൽ. അപ്പോൾ ഈ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് കോളനിപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അത് കുറച്ചുകൂടെ വലിയ സ്ഥലമാണ്. അതായത് ഈ അടുത്തിടയ്ക്ക് DMKയുടെ വലിയ ഒരു മാനാട് നടത്തിയത് ഈ കോളനിപ്പട്ടിയിലാണ്. പക്ഷേ കോളനിപ്പട്ടി ഒഴിവുണ്ടായിട്ടും എന്തുകൊണ്ട് TVKയുടെ റാലി വന്നപ്പോൾ കോളനിപ്പട്ടി എന്ന് പറയുന്ന വലിയ സ്ഥലം അനുവദിക്കാതെ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന ഇടുങ്ങിയ സ്ഥലം അനുവദിച്ചു എന്നുള്ളിടത്താണ് DMKയോടുള്ള ചോദ്യം വരുന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? അതിന് വിജയുടെ റാലിയെ അട്ടിമറിക്കാൻ ഒരുപാട് ആളുകൾ അവിടെ എത്തി ആ ആളുകൾ തിങ്ങി നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംഘർഷം, ഒരു ആളുകൾ തമ്മിൽ ഇത്തരത്തിലുള്ളൊരു ഞെരുക്കം അവിടെ ഉണ്ടാക്കി ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ളൊരു അട്ടിമറി സാധ്യതയാണോ എന്നുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ വേലുച്ചാമിപ്പെട്ടി എന്തുകൊണ്ട് അനുവദിച്ചു? കോളനിപ്പട്ടി എന്ന് പറയുന്ന വലിയ സ്ഥലമുള്ളപ്പോൾ എന്തുകൊണ്ട് വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഇടുങ്ങിയ സ്ഥലം അനുവദിച്ചു, സർക്കാർ അതിൽ അനുവദിച്ചു എന്നുള്ളിടത്ത് ഒരു രാഷ്ട്രീയം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്നുള്ളതാണ് DMKയോട് ചോദിക്കുന്ന ചോദ്യം. ഇത്തരത്തിൽ വലിയ രീതിയിൽ ആളുകൾ എത്തുന്ന സ്ഥലത്താണ് ഈ വേലുച്ചാമിപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആളുകളെ TVK റാലി അനുവദിച്ചത് എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കിടക്കുന്നതും. അതുപോലെ നിരവധി ആളുകൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ രാവിലെ 11 മണി മുതൽ രാത്രി 8 മണി വരെ 7:40 വിജയ് എത്തുന്നത്. അതുവരെ വിജയെ കാണാനായിട്ട് കാത്തിരുന്നവർ വിജയുടെ വാഹനം എത്തുന്ന വിവരം അറിഞ്ഞതോടുകൂടി അക്ഷമരായി എണീക്ക് നിൽക്കുകയും കൈയടിക്കുകയും ചെയ്തതോടെയാണ് ഇവർ കയറിയിരുന്ന ചെറിയ തകരപ്പുറവും ഓലമേഞ്ഞ വീടുകളും അതുപോലെ കടകളുടെ വരാന്തയും ഒക്കെ തകരാനും അതിൽ ആൾക്കാരുടെ ഒരു അമിതാഹ്ലാദം കാരണമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത്. പക്ഷേ ഇതിൽ നമുക്കറിയാം വാർത്തകൾക്ക് വരുന്നത് പോലെ ഗർഭിണികളടക്കം രാവിലെ കൈക്കുഞ്ഞുങ്ങളടക്കം ആളുകളെ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സ്വാഭാവികമായും ചോദിക്കും എന്തിനാണ് ഇത്തരത്തിൽ വിജയെ പോലെ ഇത്തരത്തിൽ ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കുഞ്ഞു കുട്ടികളെ വരെ കൊണ്ടുവരുന്നത്, അവരെ കൊണ്ടുവന്ന് അതിൻ്റെ ഇടയിൽ കയറ്റി കഷ്ടപ്പെടുത്തുന്നത്? നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉയരും. പക്ഷേ അത് തമിഴ്നാടാണ്, അവരുടെ വികാരങ്ങൾ അങ്ങനെയാണ്. അവർ സ്വാഭാവികമായിട്ടും ആളുകളുണ്ടെങ്കിൽ അവരെ കാണാനും അവർക്ക് താല്പര്യമുള്ള ആളെ കാണാനും ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് പോകാൻ താല്പര്യപ്പെടുന്ന മനസ്സുള്ള ആൾക്കാരാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജയെ കാണാനായിട്ട് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത്. എന്തായാലും നമുക്കറിയാം ആൾക്കാരുടെ ചെരുപ്പുകളും അതുപോലെ ഈ പ്രദേശമൊക്കെ ഈ വീഡിയോ വാളിൽ കാണുന്നത് പോലെ വലിയ രീതിയിൽ കസേരകളടക്കം തകർന്നു കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്ന. ആളുകൾ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നിട ഈ വീണ ആൾക്കാർ എണീറ്റ് പോകുന്നതിന് അവരുടെ ചെരുപ്പുകളും അവരുടെ തുണികളും അവൻ്റെ അവശിഷ്ടങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോ വാളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ കരൂരിലെ വേലുച്ചാമിപ്പെട്ടിയിൽ രാജ്യം കണ്ടത് എന്നുള്ളത്. അതിൽ 39 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. അതിൽ 18 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബങ്ങൾക്ക് വിട്ടുകൊടുത്തു. ഒരാളുടെ മൃതദേഹമാണ് ഇനി തിരിച്ചറിയാനുള്ളത്. എന്നാൽ 51 പേർ അവിടെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതാണ് കളക്ടർ പറഞ്ഞത് രാവിലെ. എന്തായാലും ഇതിൽ ഈ വിഷയത്തിൽ അരുണ ജഗദീശൻ എന്ന മുൻ ജഡ്ജി ക്യാപ്റ്റനാക്കിക്കൊണ്ടൊരു ടീമിലെ ലീഡറാക്കിക്കൊണ്ടൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇതിൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാവുക. ഭവ്യ.
അതാണ് സാഹചര്യം. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അതിലേക്ക് തിരിച്ചു വരും. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയുന്നു. നമ്മളുടേതടക്കമുള്ള മാധ്യമങ്ങളുടെ താഴെ വരുന്ന നിരവധി കമന്റുകളുണ്ട്. തമിഴ്നാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും കുറ്റപ്പെടുത്തി അവർ വിവരമില്ലാത്ത ആളുകളാണോ എന്നൊക്കെ തുടങ്ങിയ നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിനൊരു മറുപടി, പ്രബുദ്ധരെന്ന് സ്വയം മേനി നടിക്കുന്ന ആളുകളാണ് നമ്മൾ പൊതുവെ മലയാളികൾ. അപ്പോൾ പോലും പ്രമുഖ നടന്റെ നഖം പ്രമുഖ നടൻ വെട്ടിയ നഖം പോലും താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന നാടാണ് നമ്മുടേത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. തമിഴ്നാട് ഭരണം 2026 പിടിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയ നടനാണ്, TVK നേതാവാണ് ഇപ്പോൾ വലിയ നിയമക്കുരുക്കിലേക്ക് കടക്കാൻ പോകുന്നത്. എന്താകും തമിഴകത്തിൽ ഇനി വിജയുടെ ഭാവി, രാഷ്ട്രീയ ഭാവി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, കോടതിയെ പോലും ധിക്കരിച്ച് നിയന്ത്രണമില്ലാത്ത ജനക്കൂട്ടത്തിനിടയിലേക്ക് പഞ്ച് ഡയലോഗുകളുമായി ഇറങ്ങിയ വിജയുടെ മാസ് പരിവേഷം കരൂരിൽ തകർന്നു വീഴുകയാണോ? നമുക്കിതൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും തമിഴ്നാടിനെ നയിക്കാൻ ഇതാ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു വിജയ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നത്. ബിഗ് സ്ക്രീനിലെ സൂപ്പർ താരത്തെ കാണാൻ രാഷ്ട്രീയം മറന്നായിരുന്നു ചുറ്റും ആളുകൾ കൂടിയത്. ആ ദുരന്തമാണ്, ആ ആൾക്കൂട്ടമാണ് ഇപ്പോൾ 39 പേരുടെ 39 കുടുംബങ്ങളെ തീരാ നോവിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ട് ഒളിച്ചോടി എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് നടൻ ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തെ കാണാൻ, അത്രമേൽ ഹൃദയത്തിലെത്തിയ താരത്തെ കാണാൻ വേണ്ടി രാഷ്ട്രീയം പോലും മറന്ന് അവിടേക്ക് എത്തിയ ആളുകളാണ് ഇപ്പോൾ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത്. തമിഴ്നാട് മുഴുവൻ വേദനിക്കുകയാണ്, ഈ രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, പറഞ്ഞതുപോലെ തന്നെ വലിയ നിയമക്കുരുക്കിലേക്ക് താരം പോകുന്നു എന്നുള്ള വലിയ കാര്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഇനി തമിഴക TVKയുടെ ഭാവി എന്ത്, വിജയുടെ ഭാവി എന്ത് തമിഴക രാഷ്ട്രീയത്തിൽ? ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ കമൽഹാസൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വിജയുമായി നടത്തിയത് നമ്മളൊന്ന് ഓർത്തു വെക്കണം. കാരണം നമുക്കറിയാം, കമൽഹാസൻ അടുത്ത സമയത്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ വേണ്ട ഒരു പ്രാധാന്യം കമൽഹാസൻ്റെ യോഗങ്ങളിൽ ഉണ്ടായ ആൾക്കൂട്ടം വോട്ടായി മാറിയില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തമിഴ്നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. പലപ്പോഴും കമൽഹാസനെ തള്ളിപ്പറയുന്ന, രാഷ്ട്രീയത്തിൽ ഇറങ്ങി കമൽഹാസനെ തള്ളിപ്പറയുന്ന തമിഴ് ജനതയും വളരെ വ്യക്തമായി തന്നെ നമ്മൾ കണ്ടു. കമലിൻ്റെ പാർട്ടി പല സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിൽ പോലും വിജയിക്കാനാകാത്ത പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ട ഒന്നായി തമിഴ് രാഷ്ട്രീയത്തിൽ മാറുകയുമുണ്ടായി. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ കമൽഹാസൻ വിജയ്ക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമെന്ന് വിജയ് പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ്. അതുതന്നെയാണ് വിജയ് വലിയ പാഠമായി എടുക്കേണ്ടതും എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തൻ്റെതായ ശൈലിയിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കാം എന്നുള്ള പ്രതീക്ഷയൊക്കെ വിജയ് വലിയ തോതിൽ വെച്ച് പുലർത്തിയിരുന്നു. ഈ സർവേകളിലൊക്കെ 20%-ലധികം വോട്ടുകൾ തമിഴ്നാട്ടിൽ വിജയ് നേടും എന്നുള്ള കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിജയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ നടത്തിയ യാത്രയിൽ വിജയ് ഒരു പക്ഷേ ഭാഗഭാക്കാകും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു എങ്കിൽ പോലും അതൊന്നും സംഭവിച്ചില്ല. തൻ്റെതായ വഴിവെട്ടി ഒറ്റയ്ക്ക് മുന്നേറാനുള്ള ശ്രമമായിരുന്നു വിജയ് ഈ 2 വർഷമായി നടത്തിയിരുന്നത്. ആദ്യ 1 വർഷം ഒരു ഇമ്പാക്റ്റും തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ അവസാന മാസങ്ങളിൽ വലിയ തോതിലുള്ള ജനക്കൂട്ടത്തെ ആകർഷിക്കാനും തനിക്ക് ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എന്ന അപവാദം ഒഴിവാക്കാനായി എല്ലാ ശനിയാഴ്ചയും ജനങ്ങളെ കാണാനുള്ള പരിപാടി സംഘടിപ്പിക്കുക, പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ഈ പൊതുയോഗങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇരച്ചെത്തുന്ന സാഹചര്യമുണ്ടായി. ഇരച്ചെത്തിയ ആൾക്കൂട്ടമൊക്കെ വിജയ് എന്ന സിനിമാ താരത്തിൻ്റെ വലിയ ആരാധകരായിരുന്നു. നമുക്കറിയാം, 100 കോടി ക്ലബിൽ അംഗത്വമുണ്ടാക്കിയ നിരവധി സിനിമകൾ വിജയുടേതായി ഉണ്ട്. ഈ ആരാധക വൃന്ദം വോട്ടായി മാറുമെന്നും MGRും ജയലളിതയും ഒക്കെ പോലെ തമിഴ് രാഷ്ട്രീയത്തിൽ തനിക്ക് വലിയൊരു സ്ഥാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വിജയ് ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ദീർഘകാലമായി വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തുകയും തുടർന്ന് വലിയ പൊതുയോഗം മധുരയിൽ വിളിച്ചു കൂട്ടുകയും രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. അവിടെ വളരെ കൃത്യമായി തന്നെ, അവിടെ മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് DMKയെ അതിശക്തമായി കടന്നാക്രമിക്കാൻ വിജയ് ശ്രമിച്ചു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. DMK ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. വിധവകളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക്, പ്രഖ്യാപനങ്ങൾക്ക് കാര്യമായ മുന്നോട്ട് പോക്കില്ല. വീട്
നിർമ്മിച്ചു നൽകുന്ന കാര്യത്തിൽ DMK പരാജയമാണ്. അങ്ങനെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണകക്ഷിയായ DMK നിശിതമായി വിമർശിച്ചാണ് വിജയ് മുന്നോട്ട് പോയത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം BJPയും AIDMKയുമായുള്ള അലയൻസിനെ അതിശക്തമായി വിജയ് വിമർശിച്ചിരുന്നു. AIDMK BJP വിട്ടപ്പോഴും BJPയുമായി അന്തർധാരയുള്ള ഒരു പാർട്ടിയാണ് AIDMK എന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ AIDMKക്ക് വോട്ട് ചെയ്താൽ അത് BJPക്ക് വോട്ട് നൽകുന്നതിന് സമമാണ് എന്ന് വിജയ് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമൊരുക്കി. ഒപ്പം DMKയ്ക്കും BJPയുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അങ്ങനെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ അത് നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്ക്. ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള തമിഴ് മണ്ണിൽ 2 ദ്രാവിഡ പാർട്ടികൾക്കെതിരെയും അതിശക്തമായ വിമർശനം. ഇങ്ങനെയാണ് വിജയ് ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം വിജയ്ക്ക് ആകെ ബന്ധമുണ്ടായിരുന്നത് AMDMK എന്നുള്ള നമ്മുടെ വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായാണ്. വിജയകാന്തിന്റെ മരണശേഷം ഈ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമില്ല. അവരുടെ അണികളെ കൂടി ഒപ്പം കൂട്ടിയുള്ള മുന്നോട്ട് പോക്കാണ് വിജയ് മുന്നോട്ട് വെച്ചിരുന്നത്. നേരത്തെയും വിജയകാന്തുമായി ഏറെ അടുപ്പമുള്ള ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയായിരുന്നു വിജയ് എന്ന് ഓർക്കണം. അപ്പോൾ ഈ പാർട്ടിയുടെ വോട്ട് ബാങ്കുകൾ കൂടി തനിക്കൊപ്പം എത്തിക്കുക എന്ന ലക്ഷ്യം കൂടി വിജയ്ക്കുണ്ടായിരുന്നു. അതിലൊരു വലിയ പരിധിവരെ വിജയിച്ച ഒരു പശ്ചാത്തലം. അവിടെയാണ് രഞ്ജിത്ത് ഒരു സംശയം വരുന്നത്. DMK ആവട്ടെ കോൺഗ്രസ് ആവട്ടെ TVK വലിയ തരത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ, ഈ ദുരന്തത്തിന് കാരണം TVK ആണെന്നുള്ള കുറ്റപ്പെടുത്തൽ നടത്തുമ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രതിഷേധങ്ങളോ TVKയുടെ കുറ്റപ്പെടുത്തലുകളോ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? വലിയ ഒരു മൗനത്തിലേക്ക് BJP പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് പറയാൻ കാരണം ഇന്നലെ അണ്ണാമലയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അടക്കം പറയുന്നു ഇത് സ്റ്റാലിൻ സർക്കാരിന്റെ വീഴ്ചയാണ്, പോലീസിന്റെ വീഴ്ചയാണെന്നുള്ള പ്രതികരണമായിരുന്നു BJP തമിഴ്നാട് അധ്യക്ഷന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത്. എന്തുകൊണ്ടായിരിക്കും BJP ഒരു മൗനത്തിലേക്ക് പോകുന്നത് രഞ്ജിത്ത്? ചില ഘട്ടങ്ങളിൽ വിജയ് BJPക്കൊപ്പം ചേരും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ, പക്ഷെ അത് സംഭവിക്കുന്ന കാര്യമല്ല എങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും തമിഴ് രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ എൻട്രി അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടാത്ത BJPക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ BJP ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രത്യക്ഷമായും പരോക്ഷമായും BJPയുടെ ശത്രു അവിടെ DMK തന്നെയാണ്. DMKയോടാണ് BJPയുടെ പോരാട്ടം. AIDMK കൂട്ടുപിടിച്ചൊക്കെ അണ്ണാമലയെ അടക്കം നടത്തിയ വലിയ പോരാട്ടങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. പക്ഷെ അതൊന്നും കാര്യമായി വിജയിച്ചില്ല. വോട്ട് പെർസെൻറ്റേജിൽ ചില വർധനവുണ്ടായി എന്നല്ലാതെ മറ്റൊരു തരത്തിൽ അവിടെ BJPക്ക് വിജയിക്കാനാകാത്ത പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അവിടെയാണ് DMK അല്ലെങ്കിൽ AIDMKയ്ക്കൊപ്പം വിജയിയുടെ വോട്ട് ബാങ്കിനെ, വിജയെ പോലെ ഒരു നേതാവിനെ മുന്നിൽ നിർത്തിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിനൊക്കെ BJP മനസ്സാ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായുള്ള വിമർശനം വിജയ്ക്ക് നേരെ ഉയർത്താത്തത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. വിജയ് എപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നമുക്കിപ്പോൾ ഉദയനിധി സ്റ്റാലിൻ സംസാരിക്കുകയാണ്. ഭവ്യ, അതിലേക്കൊന്ന് പോകും. கரூரில் நடந்த ஒரு மிக நடந்து கிட்டத்தட்ட 9 பேர் இழந்திருக்கிறோம். ஏற்கனவே முதலமைச்சர் நேற்று செய்தி கேள்விப்பட்ட உடனே இங்கே இருக்கக்கூடிய சட்டமன்ற உறுப்பினர், நாடாளுமன்ற உறுப்பினர், மாவட்ட ஆட்சித்தலைவர், அரசு முழு பாதுகாப்பு கொடுக்கப்பட்டதாலும் இப்படி ஒரு மிகப்பெரிய ஒரு கோர விபத்து நடந்து கிட்டத்தட்ட 39 பேரை விபத்தில் இழந்திருக்கிறோம். ஏற்கனவே முதலமைச்சர் அவர்கள் நேற்று
செய்தியை கேள்விப்பட்ட உடனே இங்க இருக்கக்கூடிய சட்டமன்ற உறுப்பினர், நாடாளுமன்ற உறுப்பினர், மாவட்ட ஆட்சித்தலைவர், பக்கத்து மாவட்டங்களில் இருக்கக்கூடிய மாவட்ட ஆட்சித்தலைவர்கள், பக்கத்து மாவட்டங்களில் இருக்கக்கூடிய அனைத்து அமைச்சர் பெருமக்கள் கிட்டத்தட்ட 7 பேரை உடனடியாக இந்த பகுதிக்கு வர வச்சு, இந்த மாவட்டத்துக்கு வர வச்சு என்னென்ன மருத்துவ உதவிகள் தேவையோ அதையெல்லாம் உடனடியாக செய்ய சொன்னார். முதலமைச்சர் அவர்களே மிகுந்த சோகத்தில் இருந்ததுனால அவரால் தாங்க முடியல. நேற்று என்னோட தொலைபேசியில் தொடர்ந்து பேசியிருந்தார். நான் ஒரு 4 நாட்கள் ஓய்வுக்காக வெளிநாட்டில் இருந்தேன், குடும்பத்தோட வெளிநாட்டில் இருந்தேன். என்னிடத்திலையும் தொடர்பு கொண்டு மிகுந்த வேதனையோட பேசிட்டு இருந்தார். அதன் பிறகு அவரே நேற்று நள்ளிரவு 1 மணிக்கு வந்து பாதிக்கப்பட்டவர்களுக்கு தன்னுடைய ஆறுதலை சொல்லியிருக்கிறாரு. பல்வேறு கருத்துக்களை, புள்ளி விவரங்களை மட்டும் சொல்லியிருக்கிறாரு. இறந்த 39 பேர்ல பெண்கள் 17 பேர், ஆண்கள் 13 பேர், குழந்தைங்க 9 பேர் இறந்திருக்கிறாங்க கூட்ட நெரிசல்ல. இதுல ஆண் குழந்தைங்க 4 பேர், பெண் குழந்தைங்க 5 பேர். இந்த 39 பேர்ல கரூர் மாவட்டத்தை சேர்ந்த 32 பேர், ஈரோடு மாவட்டத்தை சேர்ந்த 2 பேர், திருப்பூர் மாவட்டத்தை சேர்ந்த 2 பேர், திண்டுக்கல் மாவட்டம் 2 பேர், சேலத்தில் மாவட்டத்தை சேர்ந்த ஒருத்தர் இறந்திருக்கிறாங்க. 39 பேர்ல 30 பேருடைய உடல் அந்த பிரேத பரிசோதனை எல்லாம் முடிக்கப்பட்டு போஸ்ட்மார்ட்டம் செய்யப்பட்டு அவங்களுடைய உறவினர்கிட்ட ஒப்படைக்கப்பட்டிருக்கு. ஒவ்வொருத்தருக்கும் தனியாக அந்த ஆம்புலன்ஸ் வச்சு, இந்த அமரர் ஊர்தி வச்சு அவங்களுடைய இடங்களுக்கு அனுப்பி வைக்கப்பட்டிருக்கு. அவங்களுடைய உறவினர்கள்லாம் வந்து கலெக்ட் பண்ணியிருக்காங்க. இன்னும் ஒரு 9 பேருடைய உடல் பரிசோதனை, அந்த பிரேத பரிசோதனை நடந்துகிட்டு இருக்கு. இன்னும் 2 மணி நேரத்தில் அது முடிஞ்சிடும். நான் வரும்போது இங்க இருக்கக்கூடிய 4 பேருடைய உடலுக்கு நம்முடைய அமைச்சர்கள், அண்ணன் செந்தில் பாலாஜி அவர்கள், அண்ணன் மாசு அவர்கள், திரு அன்பில் மகேஷ் பொய்யாமொழி அவர்கள், அண்ணன் சிவசங்கர் அவர்கள், 7 அமைச்சர்கள் எங்களுடைய அஞ்சலியை செலுத்தியிருக்கிறோம். அவங்களுடைய உறவினர்களை தைரியப்படுத்தியிருக்கிறோம். இந்த அரசு எப்போதுமே அவங்களுக்கு துணை நிற்கும். நம்ம எவ்வளவு ஆறுதல் சொன்னாலும் ஒரு தவிர்க்க முடியாத அவங்களுக்கு எந்த விதமான அவங்களுடைய இழப்புக்கு அளவீடே கிடையாது. அவ்வளவு பெரிய இழப்பு இது. அரசு சார்பாக என்னென்ன செய்ய முடியுமோ செஞ்சிருக்கிறோம். ஐசியூக்கு சென்று அங்க இருக்கக்கூடிய அனைத்து பேஷண்ட்ஸையும் பார்த்திருக்கிறேன். அவங்களுக்கு ஆறுதல் சொல்லியிருக்கிறேன், தைரியம் சொல்லியிருக்கிறேன். அங்க இருக்கக்கூடிய மருத்துவர்களை ஒவ்வொருத்தரையும் தனித்தனியா பேசியிருக்கிறேன். ஒவ்வொருத்தருக்கு என்னென்ன பிரச்சனை, என்னென்ன டெஸ்ட் எடுக்கப்பட்டிருக்கு, என்னென்ன டெஸ்ட் எடுக்கணும், இன்னும் எத்தனை நாள் குணமடைவாங்க அப்படின்னு அவங்களோட நான் கேட்டு அந்த செய்திகள் அறிஞ்சிருக்கேன். அதை முதலமைச்சர்கிட்ட அப்டேட் செய்ய போறேன். மருத்துவர்கள் ஃபுல் ஃபோர்ஸில் இறங்கி அவங்களால செய்ய முடிஞ்ச அத்தனை பணிகளையும் இங்கே செஞ்சுட்டு இருக்கிறாங்க. இன்னும் சொல்ல போனா இன்னைக்கு கரூர் மாவட்டத்தில் இருக்கக்கூடிய 200 மருத்துவர்கள், மருத்துவ பணியாளர்கள் இந்த பணியில் ஈடுபட்டிருக்கிறாங்க. அது தவிர சேலத்திலிருந்து 30 மருத்துவர்கள், நாமக்கல்ல இருந்து 9 மருத்துவர்கள், மதுரையிலிருந்து 49 மருத்துவர்கள் பிளஸ் செவிலியர்கள், திண்டுக்கல்ல இருந்து 22 பேர், புதுக்கோட்டையிலிருந்து 3 மருத்துவர்கள், கோவையிலிருந்து 7 மருத்துவர்கள், திருச்சியிலிருந்து 25 மருத்துவர்கள், இப்படி மற்ற மாவட்டங்களிலிருந்து மொத்தம் 145 மருத்துவர்கள், கரூர்ல இருந்து 200 மருத்துவர்கள்னு 345 மருத்துவர்கள் இங்க இந்த பணிகளில் ஈடுபட்டு இருக்காங்க. அது மட்டும் இல்ல, மாவட்ட ஆட்சித்தலைவர்கள், இந்த கரூர் மாவட்ட ஆட்சித்தலைவரோடு சேர்ந்து திருச்சி மற்றும் திண்டுக்கல் மாவட்ட ஆட்சித்தலைவர்களும் தொடர்ந்து இந்த ஒருங்கிணைப்பு பணிகளை எல்லாம் மேற்கொண்டிருக்கிறாங்க. சட்டமன்ற உறுப்பினர், நாடாளுமன்ற உறுப்பினர், மாவட்ட ஆட்சித்தலைவர்கள், அமைச்சர் பெருமக்கள் அத்தனை பேரும் இங்க விபத்துல மரணம் அடைந்தவர்களுக்கு, விபத்துல காயமடைந்தவர்களுக்கு உற்ற துணையாக, அவங்களுக்கு சப்போர்ட்டாக நாம் அத்தனை பேரும் நிற்கிறோம். இன்னைக்கு பொதுமக்களையும் கரூர் மாவட்ட மக்கள் அவங்ககிட்ட நான் வைக்கிற வேண்டுகோள், அவங்களுடைய இழப்பு ஈடு செய்ய முடியாத இழப்பு. எனவே அவங்களுக்கு அத்தனை வகையிலும் இன்னும் இந்த இழப்பு இன்னும் அதிகமாகக்கூடாது. இந்த மருத்துவர்கள் அறிவுரை கொடுத்து சொல்லியிருக்கிறோம். அவங்களால முடிந்த அளவுக்கு அந்த முயற்சிகள் எடுக்க சொல்லியிருக்கிறோம். இதற்கு மேல இழப்பு இருக்கக்கூடாதுன்னு நாங்கள் நம்புறோம். இனிமேலும் இது மாதிரி விபத்துகள் நடக்கக்கூடாது. அதற்கு இந்த அரசு முழு நடவடிக்கை எடுக்கும். முதலமைச்சர் இருக்குன்னு சொல்லியிருக்கிறாங்க. ஓய்வு பெற்ற நீதியரசர் அருணா ஜெகதீசன் அவங்க தலைமையில் ஒரு கமிஷன் அமைக்கப்பட்டிருக்கு. எனக்கு கிடைத்த தகவல்படி அவங்க மதியம் 1 மணிலேருந்து 1:30 மணி அளவில் இந்த கரூருக்கு வர இருக்கின்றாங்க. மருத்துவமனைக்கு வந்து ஒவ்வொரு பேஷண்ட்டுக்கிட்டையும் அவங்களோட கருத்துக்களை பதிவு செய்வாங்க.
அதே மாதிரி நேற்று அந்த விபத்து நடந்த இடத்துக்கும் அவங்க செல்ல இருக்கிறாங்கன்னு நான் நம்புறேன். எனவே அவங்க கொடுக்கக்கூடிய அந்த கமிஷன் அந்த ரிப்போர்ட்டுக்கு தகுந்தபடி முதலமைச்சர் அவர்கள் நிச்சயம் சட்டபூர்வமான நடவடிக்கைகளை விரைவு எடுப்பாங்க. நன்றி. பத்திரிகையாளர் நண்பர்கள், நீங்க தயவு செய்து மனிதாபிமானத்தோட இந்த பிரச்சனையை அணுக வேண்டும். உயிரிழந்தவங்க, காயம்பட்டவர்களுக்கெல்லாம் நம்ம அத்தனை பேர் இந்த நேரத்தில் துணையாக ஆறுதலா இருக்க வேண்டும் அப்படின்னு நான் உங்களையெல்லாம் நான் கேட்டுக்கொள்கிறேன். சொல்லுங்க. அது எதிர்க்கட்சி தலைவர் அவர் வைக்கக்கூடிய விமர்சனம். முதலமைச்சர் அவர்கள் நேற்று வந்து பார்த்திருக்கிறாங்க. எதிர்க்கட்சி தலைவர் அவர்களே அதே இடத்துல 2 நாட்களுக்கு முன்பு தன்னுடைய பிரச்சாரத்தை மேற்கொண்டிருக்கிறாங்க. டிஜிபி அவர்கள் நேற்று தெளிவாக எவ்வளவு கூட்டம் வந்தது, எவ்வளவு கூட்டம் வரும்னு சொல்லப்பட்டது, எவ்வளவு பாதுகாப்பு கொடுக்கப்பட்டிருக்கு, எவ்வளவு அதிகமான பாதுகாப்பு கொடுக்கப்பட்டிருக்கு, எவ்வளவு தாமதமாக ஒவ்வொரு கூட்டமும் நடத்தப்பட்டிருக்கு அப்படிங்கிற தெளிவாக விளக்க சொல்லியிருக்காங்க. இந்த இடத்துல நான் அரசியல் பேச விரும்பல, யாரையும் அவர் சொன்ன தப்பு இவர் பண்ண தப்புன்னு சொல்ல விரும்பல. அதற்காக தான் அந்த கமிஷன் அமைக்கப்பட்டிருக்கு. ஓய்வு பெற்ற நீதியரசர் அவங்க வராங்க. அவங்க வந்து தீர விசாரிச்சு விட்டு அவங்க கமிஷன் ரிப்போர்ட் கொடுப்பாங்க. அதன்படி அப்ப மக்களுக்கு உண்மை தெரியும். அதன்படி சட்டப்படியான நடவடிக்கையை முதலமைச்சர் எடுப்பார். நான் திருப்பி சொல்றேங்க, இது எல்லா தலைவர்களுக்கும் எல்லா இயக்க தலைவர்களுக்கும் இருக்கக்கூடிய உரிமை. மக்களை சந்திக்கிறது, அவங்களுடைய கழகத்தினர், அவங்களுடைய இயக்கத்தை சேர்ந்தவங்களுக்கு சந்திச்சு பேசுறது அவங்களுடைய உரிமை. அது ஜனநாயக கடமை. அதை யாராலும் தடுக்க முடியாது. ஆனால் நம்மளுடைய காவல்துறை ஒரு இடம் பார்க்கும்போது கூட்டம் அதிகமாக இருக்கு, அவங்க செய்யக்கூடிய காரியங்கள் அதெல்லாம் பார்க்கும்போது நம்ம ஒவ்வொருத்தரும் அவங்ககிட்ட ரிக்வெஸ்ட் பண்றோம், சில விஷயங்களை பண்ணாதீங்க, இந்த மரத்து மேலே ஏறாதீங்க, பொதுமக்கள் இடையூறா இருக்காதீங்க, இப்படி பல விஷயங்களை சொல்றோம். இதற்கு மேல கட்டுப்படுத்துவது அந்த பர்டிகுலர் அந்த இயக்கத்துடைய தலைவருடைய, அந்த 2ஆம் கட்ட தலைவர்களுடைய அவங்களுடைய பொறுப்பு. இது ஒரு கட்டுக்கணக்காக கூட்டம் வரும்போது கரெக்டா டயத்துக்கு வரணும். இந்த மாதிரி நிறைய விஷயங்கள் இருக்கு. அது இனிமே நடக்காம பாத்துப்போம். யாரையும் குறை சொல் இதெல்லாம் நீங்க அவர்கிட்ட கேட்கணும். சரியில்ல, அதான் கமிஷன் ரிப்போர்ட் கொடுக்கும். அவரும் வராரு, வராரு, உங்களை எல்லாம் பார்த்துட்டு தான் போறாரு. தயவு செய்து அவரையும் கொஞ்சம் 2-3 கேள்வி கேளுங்க. என்னங்க நான் என்ன சொல்றேன் இல்லைங்க, இதுல நான் எனக்கு ஒன்றும் பெரிய அனுபவம்லாம் கிடையாதுங்க. நானும் சட்டப்படி இல்லைங்க, அதுக்குதான் அந்த ஓய்வு பெற்ற நீதியரசர் தலைமையில கமிட்டி அமைக்கப்பட்டிருக்கு. அவங்க என்ன சொன்னாங்களோ முதலமைச்சர் இந்த முடிவெடுப்பார். நன்றிங்க. பத்திரிகை நண்பர்களுக்கு நான் கேட்டுக்கொள்வது, தயவு செய்து இந்த விபத்தில் இறந்தவங்களுக்கும் ബാധിക്കപ്പെട്ടവർക്കും അനേവരും ഉറുദുണയാ ഇരുപ്പോൾ ഞാൻ കേട്ടു. ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. കമ്മീഷൻ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. നമുക്കെന്തായാലും നടൻ വിജയുമായി ബന്ധപ്പെട്ട് TVKയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമാകേണ്ടതുണ്ട്. പ്രധാനമായും ഒന്ന്, തമിഴകത്തിലേക്ക് ഇതാ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിറങ്ങിയ നടൻ എന്തുകൊണ്ട് വലിയ ദുരന്തമുണ്ടായി ഒളിച്ചോടി തിരിച്ച് സുരക്ഷിതനായി ചെന്നൈയിലേക്ക് പോയി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊന്ന്, ഇനി എന്താകും തമിഴക രാഷ്ട്രീയത്തിൽ വിജയുടെ ഭാവി എന്നുള്ളതാണ്. മൂന്നാമത്, വിജയെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം. തിരിച്ചെത്താം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം. വിജയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിൽ ഇപ്പോൾ ഇതാ 39 പേരുടെ മരണം അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 38 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരാളുടെ മൃതദേഹം കൂടി തിരിച്ചറിയാനുണ്ട്. 32-ലധികം ആളുകളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീടുകളിലേക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതാ ഈ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനൊപ്പം പോലീസ് അന്വേഷണവും നടക്കുമെന്നാണ് തമിഴ്നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഡേവിഡ്സൺ അറിയിച്ചിരിക്കുന്നത്. പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ADGP പറഞ്ഞു. ഇന്നലെ രാവിലെ 10 മണി മുതൽ ആളുകൾ അവിടേക്ക് കലൂരിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. നേരത്തെയും ഇതേ സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ റാലി നടത്തിയിരുന്നു. 500 പോലീസുകാരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. 10,000 പേരുണ്ടാകുമെന്നാണ് TVK ഭാരവാഹികൾ അറിയിച്ചിരുന്നത്. അതിൽ 15,000 മുതൽ 20,000 പേരെയാണ് പോലീസ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിച്ചിരുന്നു. ഇത്തരം റാലികൾക്ക് ആവശ്യമായ എല്ലാ സുരക്ഷയും പോലീസ്
പോലീസ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 12 മണിക്ക് വിജയ് എത്തുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത്. എന്നാൽ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു വിജയ് അങ്ങോട്ട് എത്തിയത്. വെള്ളം പോലും കുടിക്കാതെ ആളുകൾ അവിടെ കാത്തിരുന്നു. വിജയുടെ വാഹനത്തിനൊപ്പം ആൾക്കൂട്ടം നീങ്ങിയതും തിക്കും തിരക്കും ഉണ്ടാക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ ADGP അടക്കം പറഞ്ഞത്. നമുക്ക് പോലീസിന്റെയും കളക്ടറുടെയും പ്രതികരണത്തിലേക്ക് പോയിട്ട് വരാം. மொத்தம் 39ல் 38 உடல்கள் வந்து ஐடென்டிஃபை பண்ணியிருக்காங்க. ஒரே ஒரு உடல் மட்டும் ஐடென்டிஃபை பண்ண வேண்டியிருக்கு. 38ல் 14 போஸ்ட்மார்ட்டம் முடிச்சுட்டு அந்த உறவினர்கள்ட்ட கொடுத்துருக்கோம். மற்றது வந்து நம்ம மருத்துவர்களுக்குள்ள வந்து ரொம்ப வேகமாக பண்ணிட்டு இருக்காங்க. ஸோ அதையும் மிக விரைவாக வந்து முடிச்சுட்டு ஹேண்ட் ஓவர் பண்ணிடுவோம். 51 பேஷண்ட் இதில் இருக்காங்க. கிரிட்டிக்கல் இதில் ஒருத்தர் தவிர மற்றவங்க எல்லாமே சேஃப். அருகாமையில் இருக்கக்கூடிய திண்டுக்கல், திருச்சி, சேலம், நாமக்கல் போன்ற மருத்துவர்கள் வந்து அந்த மருத்துவமனை டீனோட அந்த டீமே வந்திருக்காங்க. ஸோ அவங்க ஒத்துழைப்பால் தான் மிக விரைவாக பண்ணிட்டு இருக்காங்க. ஸோ உங்களுக்கே தெரியும், இரவு பகலாக அவங்க கன்வில்ஸ் பண்ணிட்டு இருக்காங்க. அவங்களோட எஃபர்ட்ஸ் போட்டுட்டு இருக்காங்க. எவ்வளவு விரைவாக உடல்களை உறவினர்கள்ட்ட கொடுக்க முடியுமோ அதுக்காக கொடுக்கறதுக்கும் ஒரே ஒருத்தர் மட்டும் இன்னும் பண்ண வேண்டியிருக்கு. அதையும் ஐடென்டிஃபை அது எல்லாம் விசாரிச்சு இப்ப சொல்றாங்க. will tell you after the enquiry is done. Okay, right? Give us some time. Okay. சார் எவ்வளவு பேர் இருந்தாங்க? About 500 policemen here. 500 policemen, yes, yeah. 500 policemen here. Yeah. எவ்வளவு பேருக்கு அப்ளிகேஷன் வந்திருக்கு? 10,000. They have asked for 10,000. 500 people were there. அபிஷியல் ஸ்டேட்மென்ட்ல டைம் அவங்க வந்து சோஷியல் மீடியால வேற டைம் கொடுத்திருக்காங்க. பட் எங்கள்ட்ட பர்மிஷன் கேட்டது 3 to 10. அவங்க வந்து சோஷியல் மீடியால 12 வேற டைம் பிறகு இப்ப நம்ம விசாரிக்கும் போது நிறைய பேர் 10 மணிக்கு வந்துட்டேன்னு சொல்றாங்க. காலைல 10 மணிக்கு வந்ததா சொல்றாங்க. 10 ஸோ அதனால முழுசா ஃபுல்லா விசாரிச்ச பிறகு தான் தெரியும். மார்னிங் 10 மணிக்கு கிரௌட் வர ஆரம்பிச்சிருக்காங்க. ஸோ சோஷியல் மீடியால 12 o'clock போட்டதா சொல்றாங்க. அதான் எல்லாம் എന്തായാലും തമിഴ്നാടിന്റെ രക്ഷകനായി വന്നു. കരൂരിൽ നിന്ന് രക്ഷയില്ലാതെ കടക്കേണ്ടി വന്നു നടൻ വിജയ്ക്ക്. എന്തായാലും നടൻ വിജയെ കാത്തിരിക്കുന്നത് വലിയ നിയമ വഴികളാണ്, നിയമക്കുരുക്കാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരിക്കൽ കൂടി മഹാദുരന്തത്തിൽ മരണപ്പെട്ട 39 പേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ന്യൂസ് 10 കാണാം, പരിശോധിക്കാം. TG സജിത്ത് ചേരും. നമസ്കാരം.